ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. അതോടൊപ്പം തന്നെ മക്കളോട് സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ, മാതാപിതാക്കളോട് സഹോദരീ സഹോദരങ്ങളോട് സ്നേഹമില്ലാത്ത മക്കൾ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ യുവതികളുടെ അഥവാ സ്ത്രീകളുടെ ഒരു പ്രവണത എന്താണെന്ന് നമുക്ക് ചിന്തിച്ചാൽ കാണാം. പ്രസവിക്കാൻ ആർക്കും താല്പര്യമില്ല. പ്രസവിച്ചാൽ തൻ്റെ ശരീര സൗന്ദര്യം ക്ഷയിച്ചു പോകും എന്നതാണ് അവരുടെ ചിന്ത. അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്താൽ അവരുടെ സൗന്ദര്യം ക്ഷയിക്കുമത്രേ. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 28-ാം വചനവും, ഉൽപ്പത്തി തന്നെ 9-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ, ഭൂമിയെ നിങ്ങൾ കൈവശപ്പെടുത്തുവിൻ എന്നാണ്. ഈ ജന്മനാലുള്ള സ്ത്രീകളുടെ അവകാശം അവർ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലവിധ രോഗങ്ങൾ അവരെയും ഭൂമിയിലുള്ള മറ്റുള്ളവരെയും കീഴ്പ്പെടുത്തുന്നു. എത്രയോ മനോഹരമായ ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. സ്നേഹമുള്ള മാതാപിതാക്കളും സ്നേഹമുള്ള മക്കളും അവരൊരുമിച്ച് കഴിയുന്ന കുടുംബം അതൊരു സ്വർഗമല്ലേ? എന്നാൽ ഇന്നതാണോ സ്ഥിതി? അതുകൊണ്ട് തന്നെ ദൈവശിക്ഷ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ലക്ഷ്യം അവരുടെ സൗന്ദര്യം നിലനിർത്തുക എന്നതാണ്. ഉടയാട കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും വിഭൂഷിതരായി മംഗല്യ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ സ്ത്രീ ഒരിക്കലും തൻ്റെ ഉത്തരവാദിത്വം ചിന്തിക്കുന്നില്ല. മക്കൾക്ക് ജന്മം നൽകി അവർക്ക് മുലയൂട്ടലിലൂടെ സ്നേഹം പകർന്നു നൽകി അവരിൽ നിന്നും തിരിച്ചും ആ സ്നേഹം വാങ്ങി ജീവിക്കുന്നവരായിരിക്കണം യഥാർത്ഥ മാതാവ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചിന്ത നമ്മുടെ യുവതികൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.